أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അപ്പോൾ ഞാൻ പ്രധാനമായി അവലംബിക്കുന്നത് ബന്യാസ്തങ്ങളുടെ തഫ്സീറാണ്. അതിൻ്റെ കൂടെ ഇൻഷാ അല്ലാഹ് ഓരോ ആയത്തിനെയും ബന്യാസ്തങ്ങളുടെ തഫ്സീർ പറഞ്ഞതിന് ശേഷം ബഹറുൽ മദീദും അതുപോലെ റൂഹുൽ ബയാൻ പോലെയുള്ള തസവുഫിൻ്റെ വിശദീകരണങ്ങൾ പറയുന്ന കിതാബുകളും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കും ഇൻഷാ അല്ലാഹ്. അപ്പം സൂറത്ത് നിസായിലെ 24-ാമത്തെ ആയത്താണ്. വൽ മുഹ്സനാതു മിനൻ നിസാഇ ഇല്ലാ മാ മലക്കത് അയ്മാനുക്കും കിതാബല്ലാഹി അലൈക്കും വഉഹില്ല ലക്കും മാ വറാഅ ദാലിക്കും അൻ തബ്തഉ ബിഅംവാലിക്കും മുഹ്സിനീന ഗൈറ മുസാഫിഹീൻ فما استمتعتم به منهن فآتوهن أجورهن فريضة ولا جناح عليكم فيما تراضيتم به من بعد الفريضة إن الله كان عليما حكيما എന്ന ആയത്താണ്. ഇതിൻ്റെ മുമ്പ് നമുക്ക് വിവാഹബന്ധം ഹറാമായ ആളുകളെ, ഏതൊക്കെ വിഭാഗം സ്ത്രീകളെയാണ് നമുക്ക് വിവാഹബന്ധം ഹറാമായത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ തുടർഭാഗമാണത്. വഹുരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഅഖ്വാത്തുക്കും വഅമ്മാത്തുക്കും വഖാലാത്തുക്കും വബനാത്തു അഖി വബനാത്തു ഉഖ്തി വബനാത്തു ഉഖ്തി വഉമ്മഹാത്തുക്കും അല്ലാതി أرضعنكم وأخواتكم من الرضاعة وأمهات نسائكم وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن فإن لم تكونوا دخلتم بهن فلا جناح عليكم وخلائل أبنائكم الذين من أصلابكم وأن تجمعوا بين الأختين إلا ما قد سلف إن الله كان غفورا رحيما. ഇതിൻ്റെ ബാക്കിയാണ് നമ്മൾ പറയുന്നത്. അത് അതിൻ്റെ വിശദീകരണം ആ കിതാബ് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. വൽ മുഹ്സനാതു മിനൻ നിസാഇ ഇല്ലാ മാ മലക്കത് അയ്മാനുക്കും. മുഹ്സനാത്ത് എന്ന് പറഞ്ഞ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭർത്തൃമതികളായ സ്ത്രീകൾ, അതായത് വിവാഹം ചെയ്ത സ്ത്രീകൾ. മുഹ്സനാത്ത് എന്നതിന് വേറെ അർത്ഥങ്ങളുണ്ട്. അത് ഇതിന് ശേഷം ശൈഖ് അവറുകൾ വിശദീകരിക്കുന്നുണ്ട്. വൽ മുഹ്സനാതു മിനൻ നിസാ, ഭർത്തൃമതികളായ സ്ത്രീകളെ കല്യാണം കഴിക്കലും നമുക്ക് ഹറാമാണ്. ഒരു സ്ത്രീ വേറെ വിവാഹത്തിൽ നിൽക്കുന്ന സമയത്ത് അവർ കല്യാണം നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇല്ലാമാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയതൊഴികെ. അയ്മാനുക്കുന്ന നമ്മളെ വലത്തെ കൈ എന്നും പറയാറുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ അടിമ സ്ത്രീകൾ എന്നാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ അടിമ സ്ത്രീകൾ സംവിധാനം ഇല്ല. ആഫ്രിക്കയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾക്കൊക്കെ ഒരുപാട് അടിമ സ്ത്രീകളായി ഭാര്യമാരുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് ജിയാൻ തങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. മഹത്തുക്കളായ ഒരുപാട് പേർക്ക് അടിമ സ്ത്രീകളായ ഭാര്യമാരുണ്ടായിരുന്നു. അടിമ സ്ത്രീകളുടെ വിഷയത്തിൽ ഈ നിയമങ്ങളൊന്നും പലതും ബാധകമല്ല. കാരണം 4 ഭാര്യമാരുണ്ടായാലും കൂടുതൽ അടിമ സ്ത്രീകളെ വിവാഹം കഴിക്കാം. അടിമ സ്ത്രീകൾക്ക് 4 എന്നുള്ള കണ്ടീഷനില്ല. അതുപോലെ തന്നെ അവകാശങ്ങളും മറ്റ് സാധാരണ സ്ത്രീകൾ അത്ര ഇല്ല. അടിമ സ്ത്രീകൾ ദീനിൽ കുറെ സ്വതന്ത്രരായ സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയും അതുപോലെ ഒന്നാണ് അള്ളാഹു പറയുന്നത്. വൽ മുഹ്സനാതു മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന് ഭർത്തൃമതികളായ സ്ത്രീകൾ നിങ്ങൾ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇല്ലാ മാ മലക്കത് അയ്മാനുക്കും, അടിമ സ്ത്രീകളായ നിങ്ങളുടെ വിഷയത്തിൽ ഒഴികെ. അവർ വേറെ കല്യാണം കഴിച്ചവരാണെങ്കിൽ അവർ നിങ്ങളെ അടിമയായി നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് അവർ വിവാഹം കഴിക്കാം. പക്ഷെ അവരെ കൂടെ അതിന് ശേഷം അതിന്റെ കണ്ടീഷൻ എന്താന്നുള്ളത് ഷെയ്ഖ് പിന്നീട് പറയുന്നുണ്ട്. അതെന്താന്ന്, വേറെ അവർക്ക്
മറ്റ് ഇവരെ വിവാഹം ചെയ്തതിന് ശേഷം പിന്നെ മറ്റു ഭർത്താവുമായിട്ടുള്ള ബന്ധം ഉണ്ടാകാൻ പാടില്ല. ഹറമല്ലാഹു അലർ റജുലി, അള്ളാഹു ഒരു പുരുഷന് ഹറാമാക്കിയിട്ടുണ്ട് അയ്യൻകിഹൽ മുഹ്സനാത്ത്, മുഹ്സനാത്തിനെ ഭർത്തമതികളായ സ്ത്രീകളെ കല്യാണം കഴിക്കൽ ഒരു പുരുഷന് ഹറാമാക്കിയിട്ടുണ്ട്. ഐ ദവാത്തുൽ അദ്വാജ്, അതായത് ഭർത്തമതികളായ സ്ത്രീകളെ കല്യാണം കഴിക്കൽ ഒരു പുരുഷന് ഹറാമാക്കിയിട്ടുണ്ട്. അൽ മറഅതു തഹ്ത റജുലി മുഹറമുൻ നിക്കാഹുഹ, ഒരു പുരുഷന്റെ കീഴിലുള്ള ഒരു സ്ത്രീ, അത് പുരുഷന്റെ ഭാര്യ എന്നർത്ഥം. ഒരു ഭാര്യ എപ്പോഴും പുരുഷന്റെ താഴെ ആയിരിക്കണം. ഇസ്ലാം എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഏതൊന്നിനും ഒരു ഇമാം ഉണ്ടാവും എന്നുള്ളതാണ്. ഏതൊരു വ്യവസ്ഥക്കും ഒരു അമീർ ഉണ്ടാവും, ഒരു അനുസരിക്കപ്പെടേണ്ട ഒരാളുണ്ടാവും, അനുസരിക്കപ്പെടുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ജമാഅത്തിനാണ് ഒരു നേതാവ് ഉണ്ടാവും, ഒരു യാത്രക്കാണെങ്കിൽ ഒരു അമീർ ഉണ്ടാവും. അതുപോലത്തെ വിവാഹബന്ധത്തിൽ ഭാര്യ ഭർത്താവ് എന്നുള്ളതിൽ ഈക്വൽ റൈറ്റ്സ്, ഒരേപോലത്തെ അധികാരം, ഒരേപോലെ തീരുമാനം എടുക്കൽ, അങ്ങനത്തെ ഒന്നും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല. ഇസ്ലാം പുരുഷന്റെ അധികാരത്തിനാണ് മേലെ വെക്കുന്നത്. അതിനർത്ഥം സ്ത്രീകൾക്ക് അഭിപ്രായം പറയാനത് അവകാശമില്ല എന്നല്ല. സ്ത്രീകൾക്ക് അഭിപ്രായം പറയാം, സ്ത്രീകൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ പറയാം, പുരുഷനത് പരിഗണിക്കുകയും വേണം, അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കണം. പക്ഷെ പുരുഷനാണ് അവിടെ തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ളത്. ഏതുപോലെ ഒരു സ്ഥാപനത്തിൽ ഒരു പ്രിൻസിപ്പാൾ ഉണ്ടാവണം, ഒരു ക്ലാസ്സിൽ ഒരു ക്ലാസ് ടീച്ചർ ഉണ്ടാവണം, കുട്ടികളുടെ ഒരു ക്ലാസ് ലീഡർ ഉണ്ടാവണം എന്ന് പറയുന്നത് പോലെ. കാരണം അവിടെ 2 ലീഡർമാരുണ്ടായാൽ ശരിയാവില്ല, 2 ക്ലാസ് ടീച്ചർമാരുണ്ടായാൽ ശരിയാവില്ല, 2 പ്രിൻസിപ്പാൾമാരുണ്ടായാൽ ശരിയാവില്ല. ഏതെങ്കിലും എല്ലാത്തിനും ഒരു അധികാരമുള്ള ഒരാളുണ്ടാവണം. ആ അധികാരമുള്ള ആളുടെ നിയമം, അധികാരമുള്ള ആളുടെ തീരുമാനങ്ങൾ ഇനി തെറ്റാണെങ്കിൽ പോലും അവിടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അധികാരം ഉണ്ടാവുന്ന ഒരാളുണ്ടാവില്ല നല്ലത്. ഞാൻ ഉദാഹരണം പറയാം. ഒരു ക്ലാസ്സിൽ 2 ക്ലാസ് ടീച്ചർമാരുണ്ട്. അപ്പോൾ ഒരാള് നല്ല തീരുമാനം എടുത്തു, വേറൊരു നല്ല തീരുമാനം എടുത്തു. ഈ 2 നല്ല തീരുമാനങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് ആവും, അവർ പരസ്പരം പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഒരു നല്ല തീരുമാനവും നടക്കാത്ത അവസ്ഥയിലേക്ക് വരും. അതേസമയം ഒരു ക്ലാസ് ടീച്ചറുള്ളൂ, ആ ടീച്ചർ എടുത്ത തീരുമാനം നേരത്തെ അത്ര നല്ലതല്ല എങ്കിൽ പോലും അതിലെന്താണോ നന്മ ഉള്ളത് ആ നന്മ ആളുകളിലേക്ക് എത്തും. എന്തുകൊണ്ട്? അവിടെ ഒരാളെ അത് പറയാനുള്ളൂ, വഹിക്കാനുള്ളൂ എന്നുള്ള കാരണം കൊണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഡെമോക്രസി, ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഫ്ലോപ്പായ സിസ്റ്റമാണ്. കാരണം എല്ലാവർക്കും അധികാരമാണ് സംസാരിക്കാൻ, തീരുമാനങ്ങളൊന്നും ആവില്ല, ഒരു ബില്ലും പാസ്സായി കിട്ടൂല. എന്തുകൊണ്ടാണ് തീരുമാനങ്ങളാവാത്തത്? ഒരാൾ തീരുമാനം എടുക്കുന്ന ഒരവസ്ഥയല്ല. ഈ തീരുമാനം എടുത്താൽ തന്നെ അവിടെ പിന്നെയും കോർട്ടിൽ പോവും, കേസ് നടക്കും, പ്രശ്നങ്ങളാവും, ലാസ്റ്റ് ഒന്നും ആയി വരില്ല, ഒരു ഗുണം കിട്ടൂല. അതേസമയം ഒരു രാജാവാണ് ഇവിടെ ഉള്ളതെങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ഇനി തെറ്റാണെങ്കിൽ പോലും ജനാധിപത്യത്തിനേക്കാൾ നന്നാവും. ചില ആളുകൾ പറയാറുണ്ട്, ജനാധിപത്യത്തിൽ രാജാവ് മോശപ്പെട്ട രാജാവാണെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ളത് അദ്ദേഹം കൊള്ളടിക്കുള്ളൂ. ജനാധിപത്യത്തിലാണെങ്കിൽ എല്ലാവരും കൊള്ളടിക്കും. ഈ താഴെയുള്ള വാർഡ് മെമ്പർ വരെ കൊള്ളടിക്കും. അപ്പൊ ഏറ്റവും നല്ലത് ഒരാൾ കൊള്ളടിക്കുന്നില്ലല്ലേ എല്ലാവരും കൊള്ളടിക്കുന്നതിനേക്കാളും എന്ന് പറയാറുണ്ട്. ലോകത്തെ ഏറ്റവും സമ്പന്നരായ രാജ്യങ്ങളൊക്കെ നോക്കിയാൽ പല രാജ്യങ്ങളും രാജാക്കന്മാരാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ടാണ് അവിടെ പല കാര്യങ്ങളും നടക്കുന്നത്. നമ്മൾ ഇന്ത്യയിലൊക്കെ എന്താ ഒന്നും നടക്കാത്തത്? നമ്മൾ രാജാക്കന്മാരെല്ലാം എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ എല്ലാവർക്കും തീരുമാനങ്ങൾ പറയാം, എല്ലാവർക്കും ആരെയും ആക്ഷേപിക്കാം. നമുക്കിവിടെ ഇരുന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിനെ ആക്ഷേപിക്കാം, ചീത്ത പറയാം. മറ്റു രാജ്യത്ത് നടക്കൂല. അങ്ങനെ നടക്കുന്നതും നല്ലതല്ല. നമ്മൾ അധികാരികളെ ചീത്ത പറയുന്നത് ഒരിക്കലും നല്ലതല്ല. അങ്ങനെ സാന്ദർഭികമായി പറയാട്ടോ, നമ്മളെ അധികാരി ഏറ്റവും മോശപ്പെട്ട ആളാണെങ്കിൽ പോലും അവർ നമ്മളെ അധികാരിയാണ്, നമ്മളെ രാജാവാണ്, നമ്മളെ മന്ത്രിയാണ്. അവരെ ചീത്ത പറയാന്ന് പറഞ്ഞാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നല്ലൊരു ആശയമൊന്നുമല്ല. അത് ചീത്ത പറയല്, അവരാശയത്തിന് നമ്മൾ പറയാം, അവരൊരിക്കലും ചീത്ത പറയാൻ പറ്റൂല. കാരണം അള്ളാഹു അധികാരപ്പെടുത്തിയതാണ്. അള്ളാഹു അധികാരപ്പെടുത്തിയതിൽ അള്ളാഹുവിന്റെ അധികാരത്തിന് നമ്മൾ കാണേണ്ടത്. അത് നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതായതുകൊണ്ട് നന്നായി, അത് മോശമാണെങ്കിൽ നമ്മൾ മോശമായതുകൊണ്ടാണ് മോശമായെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ജനാധിപത്യ രാജ്യങ്ങളിൽ പലതിലും നമുക്ക് നല്ലതൊന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ അധികാരത്തിന്റെ അധികാരമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൂടുതൽ മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ജനാധിപത്യത്തിനേക്കാളും നല്ലത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലോകത്തിന്റെ പൊളിറ്റിക്സ് ഒക്കെ പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്.
അതുപോലെ തന്നെ ഒരു കുടുംബത്തിന് ഒരു അധിപൻ ഉണ്ടാവണം, ഒരു കാര്യങ്ങൾ പറയുന്ന ഒരാളുണ്ടാവണം, തീരുമാനം എടുക്കുന്ന ഒരാളുണ്ടാവണം. രണ്ടാളും കൂടി തീരുമാനം എടുത്താൽ ഒന്നും നടക്കില്ല. ഏതെങ്കിലും ഒരാൾ, ഭാര്യ അതുകൊണ്ട് തന്നെ ഭർത്താവിന് ആ തീരുമാനമെടുക്കാനുള്ള അവകാശം വകവെച്ചു കൊടുക്കണം. ഭർത്താവിനോട് കാര്യങ്ങൾ പറയണം. നിങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ താല്പര്യം, ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടം, അതിന് ഇന്ന കാരണങ്ങളുണ്ട്, ഇന്ന കാരണങ്ങളുണ്ട് എന്നൊക്കെ പറയണം. തീരുമാനമെടുക്കുന്ന ആൾ ഭർത്താവായിരിക്കണം. ഇതുപോലെ ഒരു സ്കൂളിൽ ടീച്ചർമാര് പ്രിൻസിപ്പാളിനോട് അവരുടെ സജഷൻസ് പറയുന്നത് പോലെ മീറ്റിങ്ങിൽ അവരുടെ സജഷൻസ് പറയാം, പക്ഷെ തീരുമാനം എടുക്കുന്ന ആൾ പ്രിൻസിപ്പാളാണ് എന്ന് പറയുന്നത്. ഷെയ്ഖും മുരീദന്മാരും ഖദമീങ്ങളും ഒക്കെ പറയുന്നത് പോലെ കാരണം ഷെയ്ഖാണ് തീരുമാനം എടുക്കുക, നമുക്ക് അവിടെ അഭിപ്രായങ്ങൾ പറയാനേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ. എന്നാൽ ഇതിന്റെ അർത്ഥം നമ്മൾ ആരുടെ അഭിപ്രായം എടുക്കേണ്ട സ്വേച്ഛാധിപതിയായി നമ്മൾ എന്ത് പറയണത് ബാക്കിയുള്ളത് കേൾക്കണം, അങ്ങനെയല്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭാര്യമാരായും അവരുടെ മൂത്ത മക്കളുണ്ട് അവരുടെയും കുടുംബക്കാരുടെയും ഒക്കെ അഭിപ്രായം എടുക്കലും ആ അഭിപ്രായത്തിനനുസരിച്ച് അവർക്കും കൂടി നല്ല കാര്യങ്ങളായ രൂപത്തിൽ നന്മ ചെയ്യലും ഒക്കെ പുരുഷനോട് അള്ളാഹു കൽപ്പിക്കുന്നത് തന്നെയാണ്. എന്നാൽ അവിടെ അധികാരം പുരുഷനാണ് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രശ്നങ്ങൾ തീർത്താ തീരൂല. അതുകൊണ്ടാണ് ഇവിടെ ഒരു അൽ മറാത്തു തഹ്ത റജുൽ എന്ന് പറഞ്ഞത്. ഒരു പുരുഷന്റെ കീഴിലുള്ള പെണ്ണ്, എപ്പോഴും പുരുഷന്റെ കീഴിലുള്ള പെണ്ണിനാണ് മഹത്വം ഉണ്ടാവുക. ഒരു പുരുഷന്റെ കീഴിലാണ് ആ പെണ്ണ് നിൽക്കുന്നതെങ്കിൽ ആ പെണ്ണിന്റെ മഹത്വമാണത്. അങ്ങനെ മഹാന്മാര് പറയാറുണ്ട്, ഒരു പെണ്ണ് പുരുഷന്റെ കീഴിലാണെങ്കിൽ അവൾ നല്ല പെണ്ണാന്ന് പറയും. പുരുഷനെ ഭരിക്കുന്ന പെണ്ണാണെങ്കിലോ അത് നന്മയായിട്ട്, പെണ്ണിന്റെ നന്മയായിട്ട് ആരും പറയാറില്ല. ആ പെണ്ണിന്റെ നന്മ പുരുഷന്റെ കീഴിലാവുക എന്നുള്ളതാണ്. അൽ മറഅത്തു തഹ്ത റജുലി മുഹറമുൻ നിക്കാഹുഹ. അതുകൊണ്ട് ഒരു പുരുഷന്റെ കീഴിലുള്ള പെണ്ണിനെ കല്യാണം കഴിക്കൽ ഒരാൾക്ക് ഹറാമാണ്. വാലിക സിയാനത്തുൻ ലിൽ മുസ്ലിമി. അത് എന്തിനാണ്? ഒരു മുസ്ലിമിനുള്ള ഒരു സംരക്ഷണമായിട്ടാണത്. കാരണം വേറൊരു പുരുഷന്റെ ഭാര്യയായ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ എന്താ സംഭവിക്കുക? അവിടെ ആ പെണ്ണിന് പങ്ക് കൊള്ളുന്ന രണ്ടാൾക്കാരുണ്ടാവും. ലിൽ മുസ്ലിം മിൻ അൻ യസ്തരിക മഅ ഐരിഹി ബിംറഅത്തിൻ. അത് ഭാര്യന്റെ വിഷയത്തിൽ രണ്ടാൾക്കാർ ഭാര്യനെ ഷെയർ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഈ സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു പറയുന്നുണ്ട്, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിനെ രണ്ട് പുരുഷന്മാര് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അവളുടെ നന്മയല്ല, അത് അവളുടെ മോശത്തരാണ്. ആളുകൾ അതിന് മോശമായിട്ട് കണക്കാക്കുക. ആളുകൾ ഇനി കണക്കാക്കിയിട്ടില്ലെങ്കിൽ അത് മോശമാണ്. അതേസമയം പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന് നിങ്ങൾ ഒന്നിലധികം ഭാര്യമാരുണ്ടാവുക എന്ന് പറയേണ്ട അവന്റെ അഭിമാനമാണ്, അവന്റെ നന്മയായിട്ടാണ് കാണുന്നത്. എന്നാൽ സ്ത്രീകൾക്ക് അത് നന്മയല്ല, അത് തിന്മയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ദാലിക സിയാനത്തുൻ, അത് അവർക്കുള്ള സംരക്ഷണം ലിൽ മുസ്ലിം, ഒരു മുസ്ലിമിന് മിൻ അൻ യസ്തരിക മഅ ഐരിഹി മിൻ ഇംറഅത്തിൻ. പെണ്ണുങ്ങളിൽ നിന്ന് പെണ്ണിനെ ഷെയർ ചെയ്യുന്നതിന് അതിൽ നിന്നുള്ളൊരു സംരക്ഷണമാണ്. ഫഹാദി ലൈസത്ത് മറൂഅത്തുൻ. കാരണം അതൊരു ആണത്വത്തിന്റെ സ്വഭാവമല്ല. ഒന്ന് ഭാര്യ വേറൊരാളുടെ ആളുമായി പങ്ക് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഒരു ആണത്വമല്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വഹിയ ദനാഅത്തുൻ, അതൊരു ഹീനമായ മോശപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അതിൽ നിന്നൊരു സംരക്ഷണമായിട്ടാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ വേറൊരു വിവാഹം ചെയ്ത ഒരു പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ വിവാഹത്തിലായി നിൽക്കുന്ന സമയത്ത് കല്യാണം കഴിക്കരുത്, അവർ തലാഖ് ചെയ്താൽ കല്യാണം കഴിക്കാം. ഇല്ലാ മാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയതൊഴികെ. ഇല്ലാ ഇഖ്തദ, അതിനെ വിശദീകരിക്കാണ്. ഇല്ലാ ഇദാ ഇഖ്തദ അന്ന റജുല സബാ ഇംറഅതൻ ലഹാ ദൗജുൻ ഫഹാദാ ലഹു ഖുവ്വത്തുൻ ഫി അൻ യസ്തഉലിയ അലൈഹാ ദൂന മുശാറഖത്തിൻ ഫലിഹാദാ ഹല്ലത് ലഹു ബിൽ മിൽക്കി ബഅദൽ ഇസ്തിബ്റാർ. അപ്പൊ ഇവിടെ ഒരു എക്സെപ്ഷൻ പറയാണ് ഷെയ്ഖ് അവറുകൾ. അള്ളാഹു പറഞ്ഞതിനെ ഷെയ്ഖ് വിശദീകരിക്കുകയാണ്. ഇല്ലാ ഇദഖ്തദ അന്ന റജുല സബാ, അതായത് ഒരു ബന്ധനത്തിലാക്കപ്പെട്ട ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിന് ഒഴിവുണ്ട്. ബന്ധനത്തിലാക്കപ്പെട്ട, യുദ്ധത്തിലൊക്കെ തടവിലാക്കപ്പെട്ട ഒരു പെണ്ണ്, സാധാരണ അത് ഒരു അടിമസ്ത്രീ ആയിരിക്കും, അല്ലെങ്കിലും സ്വതവേ ഉള്ള ഒരു അടിമസ്ത്രീ. അവർ ബന്ധനത്തിലാക്കപ്പെട്ട ഒരാളുടെ ബന്ധനത്തിലാണല്ലോ അവരുള്ളത്. അവരുടെ വിഷയത്തിൽ ഇതിൽ ഒരു ഒഴിവുണ്ട്.
സൗജുൻ ഇമ്രാത്തുൻ ലഹാ സൗജുൻ, അവർക്കൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും ഫഹാദ ലഹു ഖുവ്വത്തുൻ ഫീ അൻ യസ്തൗലിയ അലൈഹ ദൂന മുശാറക്കത്തിൻ. അപ്പോൾ അവരെ മറ്റൊരാളുമായി പങ്കുവെക്കാതെ ഉടമസ്ഥപ്പെടുത്താനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടാവണം. അപ്പൊ അദ്ദേഹത്തിന് ആ പെണ്ണിനെ വാങ്ങാൻ, അപ്പോൾ സാധാരണ അടിമ സ്ത്രീകളെ നമ്മൾ ഒരു വില കൊടുത്ത് വാങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ അവര് പിന്നെ ഭർത്താവുള്ള ഒരാളാണെങ്കിൽ അവരെ നമ്മൾ വില കൊടുത്ത് വാങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ നമ്മൾ ഭാര്യയെ കൊണ്ട് നടക്കാം. ദൂന മുഷാറക്കത്തിൻ, അവരെ വേറെ അവർക്ക് വേറെ ആളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. ഫലിഹാദ ഹല്ലത്ത് ലഹു ബിൽ മിൽക്കി ബഅദ ഇസ്തിബ്റാ, അവരെ അധികാരപ്പെടുത്തൽ നമുക്ക് അതിന് അനുവദനീയമാണ്. ഇസ്തിബ്റാ കഴിഞ്ഞിട്ട്, ഇസ്തിബ്റാ എന്ന് പറഞ്ഞാൽ അവർക്ക് ഗർഭമില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിനു ശേഷം അപ്പൊ അവർ വേറൊരാളുടെ ഭാര്യയാണെന്ന് കരുതുക, അടിമ സ്ത്രീയാണ്, അവർ വേറൊരാളുടെ ഭാര്യയാണ്. നമ്മൾ അവരെ വിലക്ക് കൊടുത്ത് വാങ്ങിയാൽ നമ്മൾ അവരെ നമ്മൾ ഉടമസ്ഥപ്പെടുത്തണം. എങ്ങനെ ഉടമസ്ഥപ്പെടുത്തണം? നമുക്ക് ഹലാലാണ് അവള്, പക്ഷെ ഹലാലാവുന്നത് അവൾക്ക് ആ മുമ്പത്തെ ഭർത്താവിൽ നിന്നൊരു കുട്ടിയില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ്. കുട്ടി, അതായത് അവരുടെ ആ ഒരു ആർത്തവകാലം കഴിഞ്ഞ് അവർക്ക് കുട്ടിയില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അവൾ നമുക്ക് ഹലാലാവുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനത്തെ നമ്മുടെ നാട്ടിലൊന്നും ഈ സംഭവം ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് മനസ്സിലാവില്ല. മുൻകാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പോഴും ആഫ്രിക്കയിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കാറുണ്ട്. അവർക്കൊക്കെ ഇത് മനസ്സിലാവും ഈ വിധി. നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ ആരും ഒരു പെണ്ണിനെ അടിമയായിട്ട് വാങ്ങുന്നൊന്നുമില്ലല്ലോ. ഹാദി അർബ അശറത്ത ഔ ഹംസത്ത അശറത്ത മിന നിസാ ഹുരിമ നിക്കാഹുഹ. അപ്പൊ ഇവിടെ പറയപ്പെട്ട അർബ അശറ 14 വിഭാഗങ്ങൾ, അല്ലെങ്കിൽ ഹംസ അശറ 15 വിഭാഗം, നിസ പെണ്ണുങ്ങളിൽ നിന്നുള്ള 14-15 വിഭാഗം അവിടെ പറഞ്ഞിട്ടുണ്ട്. മുകളിലെ ആയത്തിലും ഈ ആയത്തിലൊക്കെ ആയി. ഹുരിമ നിക്കാഹുന്ന, അവരെ കല്യാണം കഴിക്കൽ നമുക്ക് ഹറാമാണ്. അൽഹഖത്തിൽ സുന്നത്തു ഇതിലേക്ക് സുന്നത്ത് ചില വിഭാഗങ്ങളും കൂടി കൂട്ടിയിട്ടുണ്ട്. അതായത് ഹദീസിൽ ചില വിഭാഗങ്ങളും കൂടി ഈ 14-15 വിഭാഗത്തിലേക്ക് കൂട്ടപ്പെട്ടിട്ടുണ്ട്. എന്താണത്? റവായി, മുലകുടി ബന്ധത്തിലുള്ള ബന്ധങ്ങൾ. ഇപ്പൊ മുലകുടി ബന്ധത്തിലുള്ള നമ്മുടെ സഹോദരൻ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല എന്ന് പറയുന്നത് പോലെ, വസിഹറി അല്ലെങ്കിൽ കല്യാണം കൊണ്ടുണ്ടാവുന്ന ബന്ധങ്ങൾ. ഉദാഹരണത്തിന് നമ്മൾ കല്യാണം കഴിച്ച അവളുടെ സഹോദരൻ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല, അവളുടെ ഉമ്മനെ കല്യാണം കഴിക്കാൻ പറ്റൂല എന്ന് പറയുന്നത് പോലെ. വൽ ജമാ ബൈനൽ മർഅതി വ ഖാലതിഹ, അതുപോലെ തന്നെ ഒരു പെണ്ണിനെയും അവളുടെ ഉമ്മന്റെ സഹോദരിയെയും, ബൈന മർഅതി വ അമ്മതിഹ, അതുപോലെ തന്നെ ഒരു പെണ്ണിനെയും അവളുടെ വാപ്പന്റെ സഹോദരനെയും ഒക്കെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് സുന്നത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഖുർആനിൽ ഈ 14-15 വിഭാഗം മാത്രമേ പറയപ്പെട്ടിട്ടുള്ളൂ. അതിനോട് കൂടെ സുന്നത്തിൽ വേറെയും കുറച്ച് വിഭാഗം കൂടി പറഞ്ഞിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടതാണ് എന്ന് പറയാം. വല്ലദീന ലം യഖ്ബലു ഹാദ, ഇതിനെ സ്വീകരിക്കാത്ത ആളുകളുണ്ട്. അതായത് പണ്ഡിതന്മാരിൽ ചില ആൾക്കാർ ഈ സുന്നത്തിൽ പറഞ്ഞ വിഭാഗത്തിനെ സ്വീകരിക്കാത്തവരുണ്ട്. ഹാദാ മനഉ നസ്ഹൽ ഖുർആൻ ബിഹബ്രി ആഹദ്, അതായത് ഖുർആനിനെ അഹദായ ഒരു ഖബർ കൊണ്ട്, അഹദായ ഖബർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു സിൽസിലയിലൂടെ മാത്രം, ഒരു ചങ്ങലയിലൂടെ മാത്രം പകർന്നു നൽകപ്പെട്ട ഹദീസിനെയാണ് അഹദായ ഖബർ എന്ന് പറയാം. അതേസമയം മുതവാത്തിറായ ഹദീസുകളുണ്ട്, അത് ഒരുപാട് ചങ്ങലയിലൂടെ വന്നതാണ്. അപ്പോ ഒരൊറ്റ ചങ്ങലയിലൂടെ മാത്രം വന്ന ഒരു ഹദീസ് കൊണ്ട് ഖുർആനിന്റെ നസ്സിനെ, ഖുർആൻ പറഞ്ഞ അധ്യാപനത്തിനെ റദ്ദ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. എന്താണ് ആ ഖബർ, ആ ഹദീസ് എന്താ? വലാ തുൻകിഹുൽ മർഅത അലാ അമ്മതിഹ ഔ അലാ ഖാലതിഹ. ഹദീസിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ കല്യാണം കഴിക്കരുത് ഒരു പെണ്ണിനെ അവളുടെ ഉമ്മന്റെ സഹോദരിയോട് കൂടിയും അതുപോലെ അവളുടെ വാപ്പന്റെ സഹോദരനോട് കൂടിയും കല്യാണം കഴിക്കരുത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസിൽ വന്നതിന് ഈ ഖുർആനിൽ പറഞ്ഞ ഇതിനെ റദ്ദ് ചെയ്യുകയില്ല. കാരണം അഹദായ ഹദീസ് കൊണ്ട് ഖുർആൻ റദ്ദ് ചെയ്യാൻ പറ്റൂല എന്ന് ഒരു പറ്റ ഇമാമിങ്ങൾ പറഞ്ഞു. ഖബറു ആഹദു അലൈസ നഹിയൻ ഇന്നമാ ഹുവ ഖബർ, അവരുടെ പക്ഷത്തില് അവരുടെ വാദപ്രകാരം ഈ അഹദായ
ഒരൊറ്റ ചങ്ങലയിലൂടെ വന്നിട്ടുള്ള ഹദീസ് എന്ന് പറയുന്നത് ഒരു വിലക്കല്ല. ഇങ്ങനെ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അത് വിലക്കിക്കൊണ്ട് പറഞ്ഞതല്ല. ഇന്നമാ ഹുവ ഖബർ, അതൊരു ഒരു കാര്യം പറഞ്ഞതാണ്, ചെയ്യുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞതാണ്. അല്ലാതെ അത് വിലക്കല്ല. എല്ലാ റസൂലുള്ളാഹിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എല്ലാം ഹറാമാണെന്നുള്ള അർത്ഥത്തിലല്ല. അതൊരു കാര്യം പറഞ്ഞതാണ്, നല്ലതല്ല എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ്. ഖബറ ലാ യുസ്ബിതു ഹുക്മൻ യൻസഖു നസ്സുൽ ഖുർആൻ. ഖുർആൻ പറഞ്ഞ നസ്സിനെ ഈ ഒരു ഖബർ, ഈ ഒരു ഹദീസ് എന്ത് ചെയ്യൂല, റദ്ദ് ചെയ്യുകയില്ല. ഖുർആൻ പറഞ്ഞ നസ്സായ ഒരു വിധിയെ ഈ ഹദീസ് റദ്ദ് ചെയ്യുകയില്ല എന്നാണ് അവരുടെ പക്ഷം. എന്നാല് ഇതിന് മറുപടി നൽകിയിട്ടുണ്ട് വേറെ പറ്റ ഉലമാക്ക്. അതെന്താ? അന്നഫി ആയത്തി മാ യദുല്ലു അലാ മഅനൽ ഹദീസി, ഈ പറഞ്ഞ ഹദീസിനെ ആശയത്തിലേക്ക്. ഏത് ഹദീസിന്റെ? നിങ്ങൾ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കരുത് അവരുടെ വാപ്പന്റെ സഹോദരന്റെ കൂടെ, ഉമ്മന്റെ സഹോദരന്റെ കൂടെ എന്ന് പറഞ്ഞ ഹദീസിലേക്ക് സൂചന നൽകുന്ന മറ്റൊരു ആയത്തുണ്ട്. അപ്പൊ ആയത്തിന് നസ്ഖ് ചെയ്യൂല, ആയത്തിന് റദ്ദ് ചെയ്യൂല എന്ന് ആ ഉലമാക്കൾ പറഞ്ഞപ്പോ അതിന് മറുപടിയായി വേറെ മറ്റു ഉലമാക്കൾ പറഞ്ഞു അങ്ങനെയല്ല, ഈ ഹദീസുമായി ബന്ധപ്പെട്ട ആയത്ത് തന്നെ ഉണ്ട്. എന്താണ് ആയത്ത്? വൻ തജ്മഉ ബൈന ഉഖ്തൈൻ, നിങ്ങൾ രണ്ട് സഹോദരിമാർക്കിടയിൽ അവരെ ഒരുമിച്ച് കൂട്ടരുത്. കല്യാണം കഴിക്കുമ്പോൾ രണ്ട് സഹോദരിമാരെ കല്യാണം കഴിക്കരുത്. വഹൈസു കാന മനഉ ഇല്ലത്തുഹുൽ ഖറാബത്തു ബൈനഹുമാ, കാരണം അത് വിലക്കപ്പെട്ടത് എന്തുകൊണ്ടാ? അതിന്റെ ഒരു കാരണവും പറയുന്നുണ്ട്. അൽ ഖറാബത്തു ബൈനഹുമാ, അവരുടെ ഇടയിലുള്ള അടുപ്പം കൊണ്ടാണ്. ഫഹാദിൽ ഖറാബത്ത തദ്ഖുലു ബൈനൽ മർഅത്തി, അപ്പോ അവർ രണ്ട് സഹോദരന്മാർ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞതിന്റെ കാരണം യഥാർത്ഥത്തിൽ എന്താ? അവരുടെ ഇടയിൽ ഉള്ള അടുപ്പം കൊണ്ടാണ്, കുടുംബപരമായ അവരുടെ ഉള്ള അടുപ്പം കൊണ്ടാണ്. എന്നാൽ ഹാദിൽ ഖറാബത്തു, ഈ കുടുംബപരമായ അടുപ്പം തദ്ഖുലു ബൈനൽ മർഅത്തി വ ഹാലത്തിഹ, അത് ഒരു പെണ്ണിന്റെയും അവളുടെ ഉമ്മയുടെ സഹോദരിയുടെയും ഇടയിലും, ബൈനൽ മർഅത്തി വ അമ്മത്തിഹ, ഒരു പെണ്ണിന്റെയും അവളുടെ പിതാവിന്റെ സഹോദരന്റെ ഇടയിലും ഉണ്ട്. അപ്പോ അതും പറ്റൂലല്ലോ എന്ന്. അപ്പൊ ഒരു വിഭാഗം പറഞ്ഞു ഹദീസ് കൊണ്ട് പറഞ്ഞത് അത് അള്ളാഹു റസൂലുള്ളാഹിങ്ങൾ നിഷിദ്ധമാക്കിയതല്ല, അതൊരു കാര്യം പറഞ്ഞതാണെന്ന് പറഞ്ഞു. അല്ല, മറ്റൊരു വിഭാഗം പറഞ്ഞ അങ്ങനെയല്ല, കാര്യം പറഞ്ഞ് നിഷിദ്ധമാക്കിയത് തന്നെയാണ്. കാരണം ഖുർആനിൽ അതിലേക്കുള്ള തെളിവുണ്ട്. എന്താ ഖുർആനിൽ തെളിവ്? രണ്ട് സഹോദരിമാർക്കിടയിൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ രണ്ട് സഹോദരിമാർക്കിടയിൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അവരുടെ ഇടയിലുള്ള കുടുംബപരമായ അടുപ്പം കൊണ്ടാണ്. കുടുംബപരമായ അടുപ്പം കൊണ്ട് നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റൂലെങ്കിൽ അതുപോലെ തന്നെയല്ലേ ഒരു പെണ്ണിനെയും അവളുടെ ഉമ്മന്റെ സഹോദരനെയും അതുപോലെ വാപ്പന്റെ സഹോദരനെയും കല്യാണം കഴിക്കുന്നത് എന്ന് അവർ ഉലമാക്കൾ മറ്റുള്ളവർക്ക് മറുപടി നൽകി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലല ദാലിക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ കാരണവും പറഞ്ഞു. അന്ന ദാലിക യൂജിബു ബഅദാ, കാരണം അതെന്ത് ചെയ്യും? അവരുടെ ഇടയിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കും, വൽ അദാവത, ശത്രുത ഉൽപ്പാദിപ്പിക്കും, വഖതൽ അർഹാം, അവരുടെ ഇടയിൽ കുടുംബബന്ധം മുറിക്കുകയും ചെയ്യും. ഇപ്പൊ രണ്ട് ഭാര്യമാർ സാധാരണ നമ്മൾ വിചാരിക്കുന്ന, നമ്മളിപ്പോ ഒന്നിലധികം വിവാഹം ചെയ്യുന്ന ആളുകളൊക്കെ വിവാഹം ചെയ്യുന്നത് ഒരു രണ്ട് പെണ്ണുങ്ങളും നല്ല റാഹത്തിന് സന്തോഷം നിൽക്കുന്ന സമയത്ത് മാത്രമാണ്. അവര് അങ്ങനെയൊക്കെ ആവുമ്പോൾ മാത്രമേ അത് ഹലാൽ തന്നെ ആവുള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പല ആൾക്കാരും. ശരിക്കും അങ്ങനെയല്ല. വളരെ റെയറാണ് ഭാര്യമാർക്കിടയിലുള്ള റാഹത്ത് ഉണ്ടാവുള്ളൂ. ഒരു ഭർത്താവിന് രണ്ട് ഭാര്യമാരുണ്ട്, രണ്ട് ഭാര്യമാർക്കിടയിൽ സന്തോഷത്തിൽ കഴിയാന്ന് പറഞ്ഞത് വളരെ റെയറായിട്ടേ ഉണ്ടാവുള്ളൂ. ആ സന്തോഷത്തിൽ കഴിയൽ അവരുടെ നിബന്ധന ഒന്നല്ല കല്യാണം കഴിക്കാൻ. അവരുടെ റെയറായിട്ട് മാത്രമേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുള്ളൂ. ചില മഹാന്മാർ പറഞ്ഞത് കാണാം, അതൊരു യുദ്ധം നടക്കുന്ന വെടിനിർത്തൽ കരാറ് പോലെയാണ്. അവരുടെ ഇടയിൽ എന്തെങ്കിലും സമാധാനം ഉണ്ടെങ്കിൽ തന്നെ ആ സമാധാനം എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ ഇടയിൽ നടക്കുന്ന വെടിനിർത്തൽ പോലെയാണെന്ന്. വെടിനിർത്തലിന് ഒരു വലിയ സമാധാനമല്ലല്ലോ. അത് കുറെ യുദ്ധം ചെയ്തപ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോ ഇനിയിപ്പോ ഞാൻ അങ്ങോട്ടും ചെയ്യുന്നില്ല, ഓളും ഇങ്ങോട്ടും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കരാറിലെത്തുക, അതാണ് സംഭവം. അല്ലാതെ ഇവരുടെ നല്ല സന്തോഷത്തിനും സമാധാനത്തിനും കഴിയുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അപ്പൊ അവരുടെ ഇടയിൽ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
ബഹുഭൂരിപക്ഷം ഉലമാക്കളും പറഞ്ഞത് ഭാര്യമാരെ കല്യാണം കഴിക്കുന്ന ഒന്നിലധികം ഭാര്യമാരുടെ ഒരിക്കലും ഒരുമിച്ച് വീട്ടിൽ താമസിപ്പിക്കരുത്, അവരിങ്ങോട്ട് പറഞ്ഞാലല്ലാതെ. കാരണം അത് റെയറാണ് അവരുടെ നല്ല സന്തോഷത്തിന് ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പൊ അവരെ വേറെ വേറെ വീടുകളിൽ താമസിപ്പിക്കണം, അവരടുപ്പിച്ച് നിർത്താൻ പാടില്ല, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും, അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മളെ ശേഖന്മാരൊന്നും അങ്ങനെയല്ല, ശൗലേത്തങ്ങളൊക്കെ ഓരോ ഭാര്യമാരൊക്കെ ഒരുമിച്ച് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ബ്രഹ്മന്യാസങ്ങൾ ഭാര്യമാരും പലരും ഒരുമിച്ച് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അതൊക്കെ റെയറായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. അത് വെച്ചിട്ട് നമുക്ക് ഞാനൊരു കല്യാണം കഴിച്ച് വേറൊരു പെണ്ണും കല്യാണം കഴിച്ച് ഓളിന്റെ വീട്ടിലേക്കോട്ട് കൊണ്ടുവന്നു പുറത്തന്നെ ആണെങ്കിൽ അടി തീർത്താതെ വരിക, പിന്നെ വീട്ടിന്റെ ഉള്ളിൽ. അപ്പൊ അതൊന്നും അങ്ങനെ സംഭവം ഉണ്ടാവല് വളരെ റെയറാണ്. അതുകൊണ്ടാണ് ഇവിടെയും രണ്ട് സഹോദരന്മാരുടെ ഇടയിൽ കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞതിന്റെ കാരണം ഇത് തന്നെയാണ്. രണ്ട് സഹോദരന്മാരുടെ ഇടയിൽ കല്യാണം കഴിച്ചാൽ എന്താ സംഭവിക്കാം? പിന്നെ അവർ തമ്മിൽ ശത്രുക്കളാവും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ് വെക്കും. അതുപോലെ തന്നെ അവരുടെ ഇടയിലുള്ള ബന്ധം മുറിക്കുകയും ചെയ്യും. ഈ എന്റെ സഹോദരി ഇല്ല എന്ന് പറഞ്ഞിട്ട് സഹോദരിയാന്നുള്ള ബോധം പോലും ഉണ്ടാവില്ല. അവര് സഹോദരിമാർ തന്നെ ഏറ്റവും അടുത്ത് നിൽക്കേണ്ട രണ്ടാളുകളല്ലേ. ആ രണ്ടാളുകളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അടുപ്പം നഷ്ടപ്പെടും. അപ്പൊ ഈ കാരണം കൊണ്ടാണല്ലോ റസൂലുള്ളാഹികൾ രണ്ട് സഹോദരന്മാരുടെ ഇടയിൽ കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞത്. അതേ കാരണം തന്നെ ഒരു സഹോദരിയും ഒരു പെണ്ണിന്റെയും അവളുടെ ഉമ്മന്റെ സഹോദരന്റെ ഇടയിലും ഒരു പെണ്ണിന്റെയും അവരുടെ വാപ്പന്റെ സഹോദരന്റെ ഇടയിലും ഉണ്ടാവാമല്ലോ. അവർ കല്യാണം കഴിച്ചാൽ അവരുടെ ഇടയിലും ശത്രുത ഉണ്ടാവും, അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം മുറിക്കുന്ന അവസ്ഥകളുണ്ടാവും. അപ്പോൾ നല്ലതല്ല അവർ കല്യാണം കഴിക്കുന്നത്. അതേസമയം രണ്ട് പരസ്പരം പിന്നെ അറിയാത്ത രണ്ടാളുകളാണ്, അല്ലെങ്കിൽ കുറച്ച് അകന്ന ബന്ധത്തിലുള്ള രണ്ടാളുകളാണ് നമ്മൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ അവരുടെ ചെറിയ ശത്രുത ഉണ്ടായാൽ പോലും അവർക്കത് ശരിയത്തുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഒരു സഹോദരിനെ കല്യാണം കഴിച്ചിട്ട് ആ സഹോദരി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ശത്രുത വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ തെറ്റാണ്. അതേസമയം ഏതോ ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിക്കുന്നത്, അവരുടെ ചെറിയ അസുഖം പ്രശ്നങ്ങളുണ്ട്, അത് വലിയ കുഴപ്പമില്ല, അത് അള്ളാഹു പുറത്തു കൊടുക്കും. ഇത് അള്ളാഹു പുറത്തു കൊടുക്കണമെന്നില്ല. അതുകൊണ്ടാണ് അവരുടെ ഇടയിൽ ഇങ്ങനത്തെ ഈ അടുത്ത കുടുംബ ബന്ധം ഉള്ള രണ്ട് പെണ്ണുങ്ങളുടെ ഇടയിൽ കല്യാണം കഴിക്കരുതെന്ന് പറയുന്നത്. ഇത് ദൂരെയുള്ള കുടുംബ ബന്ധമുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, അതുപോലെ തന്നെ പിന്നെ അറിയാത്തവരാണെങ്കിലും കുഴപ്പമില്ല. പലതാലിക്കാലോ ഇന്നൽ മനാ ഇർഷാദുല്ലാതെ ശരി. അപ്പൊ അവിടെ നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ടല്ലോ, ഇത് ഹദീസ് കൊണ്ട് ഇതിനെ റസൂലുള്ളാഹികൾ വിലക്കിയിട്ടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടല്ലോ, അവർ പറയാണ് അങ്ങനെ പറഞ്ഞാലും അതൊരു ഇർഷാദാണ്, തശ്രീ അല്ല എന്ന്. ഇർഷാദ് പറഞ്ഞാൽ റസൂലുള്ളാഹികൾ പറയാണ്, പിന്നെ നിങ്ങള് ഇങ്ങനെ ചെയ്യുന്നതാട്ടോ നല്ലത്. ഒരു പെണ്ണിന് കല്യാണം കഴിക്കുമ്പോൾ അവളുടെ ഭർത്ത സഹോദരനെയും അവരുടെ പിതാവിന്റെ സഹോദരനെയും അവളുടെ ഉമ്മന്റെ സഹോദരനെയും കല്യാണം കഴിക്കാതിരിക്കലാണ് കേട്ടോ നല്ലത് എന്നൊരു ഇർഷാദാണ് അത്, അല്ലാതെ ശരീഅത്തിന്റെ വിധിയല്ല. അത് പറ്റൂല എന്ന് പറഞ്ഞതല്ല എന്നാണ് പിന്നെ നിങ്ങൾ പറഞ്ഞത്. ഒരു സഹോദരിയുടെ മരണശേഷം വിവാഹം കഴിക്കാൻ പറ്റും, ഒരു സഹോദരന് പിന്നെ തലാഖ് എല്ലിയതിനു ശേഷം മറ്റൊരു വിവാഹം കഴിക്കാൻ പറ്റും. അതൊക്കെ ശേഖകൾ ഇതിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. തുടരാം. വൽ മുഹ്സനാത്തു മിനൻ നിസാഇ ഇല്ലാ മാ മലക്കത് അയ്മാനുഹും എന്ന് പറഞ്ഞ ആയത്തിൽ ഇഹ്സാനു ഫിൽ ഖുർആൻ അലാ അർബഅത്തി മആൻ. ഇവിടെ ഈ പറഞ്ഞ ഇഹ്സാൻ ഉണ്ടല്ലോ, മുഹ്സനാത്ത് പറയുന്നത് ഇഹ്സാൻ എന്ന വാക്കിൽ നിന്നാണ്. അപ്പൊ ഇഹ്സാൻ എന്ന വാക്ക് ഫിൽ ഖുർആൻ അലാ അർബഅത്തി മആൻ, 4 അർത്ഥങ്ങളിലാണ് ഇഹ്സാൻ പറയപ്പെട്ടത്. അവൽ, ഒന്നാമത്തേത് അൽ മറഅത്തു ദാത്തു സൗജ്. അതെന്താണ്? ഒരു ഭർത്താവുള്ള ഒരു സ്ത്രീനെ കുറിച്ച് മുഹ്സനാത്ത് ഇഹ്സാൻ എന്നൊക്കെ പറയും. അവിടെയാണ് ഈ ആയത്ത് പറഞ്ഞ ഈ ഭാഗം വൽ മുഹ്സനാത്ത് മിനൻ നിസാ എന്ന് പറയുന്നിടത്ത് ഭർത്താവുള്ള പെണ്ണ് എന്നുള്ള അർത്ഥത്തിലാണ് പറയപ്പെട്ടത്. വസാനി, രണ്ടാമത്തത് അത്തഅഫുഫ്. അതെന്താണ്? ചാരിത്രം എന്നുള്ള അർത്ഥത്തിലാണ്. തഅഫുഫ്, ചാരിത്രം എന്നുള്ള അർത്ഥം. മുഹ്സനാത്ത് ഐറ മുസാഫിഹീൻ, ഈ ആയത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നതാണ്. മുഹ്സിനീന ഐറ മുസാഫിഹീൻ. മുഹ്സിനീന എന്നാല് ചാരിത്രത്തോടു കൂടി, ശരിയായ ബന്ധത്തോടു കൂടി എന്നർത്ഥം. ഐറ മുസാഫിഹീൻ ഏതുപോലെ ആവരുത്, മോശപ്പെട്ട ബന്ധത്തിലൂടെ ആവരുത് എന്നർത്ഥം. അവിടെ തഅഫുഫാണ്, ചാരിത്രത്തോടു കൂടിയുള്ള നല്ല ബന്ധത്തോടു കൂടിയില്ല എന്നുള്ള അർത്ഥമൊക്കെയാണ് അവിടെ വരുന്നത്. സാലിസു, മൂന്നാമത്തെ അർത്ഥം ഹുദിയത്ത് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രയാവുക എന്നുള്ളത്. ഫമൻ യസ്തതി' മിൻകും തൗലൻ അൻ യൻകിഹൽ മുഹ്സനാത്ത്. ഇവിടെ മുഹ്സനാത്ത്, ഈ ആയത്തില് മുഹ്സനാത്ത് എന്ന് പറഞ്ഞത് സ്വതന്ത്രയായ പെണ്ണ് എന്നുള്ളതാണ് ഉള്ള അർത്ഥത്തിൽ. അപ്പോൾ സ്വതന്ത്രയായ പെണ്ണിനെ
പിന്നെ ഉടമസ്ഥപ്പെടുത്താൻ നിങ്ങളുടെ അടുത്ത് സ്വത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് മഹർ കൊടുക്കാൻ നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ ആയത്തിൽ പറഞ്ഞ മുഹ്സനാത്ത് പറഞ്ഞാല് സ്വതന്ത്രയായ പെണ്ണെന്നാണ്. ഐ ഹറായിർ, സ്വതന്ത്രരായ പെണ്ണെന്നാണ് അവിടെ പറയപ്പെട്ടത്. റാബിയ, നാലാമത്തത് അൽ ഇസ്ലാം, ഇസ്ലാമാണ്. മുഹ്സനാത്ത് പറഞ്ഞാൽ ഇസ്ലാം കൈവരിക്കുക അല്ലെങ്കിൽ കീഴ്പ്പെടുക എന്നുള്ള അർത്ഥം. എനിക്ക് കുറച്ചുകൂടി നല്ല ഷെയ്ഖ് ഉദ്ദേശിച്ച് കീഴ്പ്പെടുക എന്നുള്ള അർത്ഥമാണെന്ന് തോന്നുന്നു. കാരണം ഒരു പെണ്ണ് ഇവിടെ കാരണം ഇമാവിനെ പറ്റി പറയുന്നുണ്ട്, അതായത് അടിമ സ്ത്രീകളെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത് പറയുന്നത്. അപ്പൊ അടിമ സ്ത്രീ ഒരു ഉടമയ്ക്ക് കീഴ്പ്പെട്ട അവസ്ഥയിലാണല്ലോ. അപ്പൊ ഇസ്ലാം ഫൈദ ഒഹ്സിന്ന എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് കീഴ്പ്പെട്ടാൽ എന്നർത്ഥം. അന്നൽ ഇമാ ലൈസ ലഹുൻ ഇഹ്സാൻ, കാരണം ഇമാന് അടിമ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചാരിത്രം എന്ന് പറയുന്ന അല്ലെങ്കിൽ മുഹ്സനാത്ത് എന്ന് പറയുന്ന ഈ അങ്ങനത്തെ അവസ്ഥകളൊന്നുമില്ല. ഭർത്തമതികളായി നിൽക്കുക എന്ന് പറയുന്ന അവസ്ഥ ഇമാവിനെ അള്ളാഹു കൊടുത്തിട്ടില്ല. ഇന്നമാ മാന ഒഹ്സിന്ന, അവരെ സംബന്ധിച്ചിടത്തോളം ഒഹ്സിന്ന തന്നെ അസ്ലംന, കീഴ്പ്പെടുക അല്ലെങ്കിൽ അവർ മുസ്ലിം ആവുക എന്നത് മാത്രമാണ്. കിതാബുല്ലാഹു അലൈക്കും, ഈ ആയത്തിൽ അടുത്ത ഭാഗം പറയും കിതാബുല്ലാഹു അലൈ, ഇത് അള്ളാഹുവിന്റെ വിധിയാണ്, നിങ്ങൾക്കുള്ള ഹുക്കുമാണ്. ഫറദല്ലാഹു അലൈക്കും ഹാദൽ ഹുക്കുമു താഖീദൻ, ഇത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഹുക്കുമാണ്. എന്ത്, ഇത്രയും ആളുകൾ വിവാഹം ചെയ്യരുത് എന്ന് പറഞ്ഞ ഈ കാറ്റഗറിയിലുള്ള ആളുകൾ വിവാഹം ചെയ്യരുത് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഹുക്കുമാണ്. ബൗഹില്ലലക്കും മാ വറാഅ ദാലിക്കും, എന്നാൽ ഇതിന്റെ അപ്പുറത്തുള്ള ഇത് നിങ്ങൾക്ക് ഹലാലാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഹറാം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തുള്ളതൊക്കെ ഹലാലാന്നർത്ഥം. ഹറാമാണെന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ ഹലാലാണെന്നർത്ഥം. ബൗഹില്ലലക്കും മാ വറാഅ ദാലിക്കും, ഇതിന്റെ അപ്പുറത്തുള്ളതൊക്കെ നിങ്ങൾക്ക് ഹലാലാണ്. ബൗഹില്ല എന്നതിന് വഹല്ല എന്നും രണ്ട് ഖിറാഅത്തുണ്ട്. ബൗഹില്ലലക്കും മാ വറാഅ ദാലിക്കും സിവാ മാ ഹുരിമ അലൈക്കും മിനൻ നിസാ, ഈ പറയപ്പെട്ട പെണ്ണുങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിവാഹം ചെയ്യൽ ഹറാമായ സ്ത്രീകളിൽ നിന്ന് എല്ലാത്ത സ്ത്രീകളൊക്കെ നിങ്ങൾക്ക് ഹലാലാണ്. തത്ലുബുൻ നിസാ അൻതബ്തോ, നിങ്ങൾ അന്വേഷിച്ചു പോൽ, തത്ലുബുൻ നിസാ നിങ്ങൾ സ്ത്രീകൾ അന്വേഷിച്ചു പോകും, അംവാലിക്കും നിങ്ങളെ സ്വത്തുകൊണ്ട്. അപ്പൊ നിങ്ങൾ സ്ത്രീകൾ അന്വേഷിക്കൽ, കല്യാണം കഴിക്കണം, എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്വേഷിച്ചു പോൽ. തത്ലുബുൻ നിസാ, പെണ്ണുങ്ങൾ അന്വേഷിച്ചു പോൽ. ബി അംവാലിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിച്ചു പോകേണ്ടത്? ബി അംവാലിക്കും നിങ്ങളെ സ്വത്തുകൊണ്ട്. ഫിൽ ഹഖിൽ ഹുറത്തി, അത് സ്വതന്ത്രമായ പെണ്ണാണെങ്കിൽ അവൾക്ക് കൊടുക്കുന്ന സദാഖ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന മഹറായി. അപ്പൊ ഞാൻ എന്റെ അടുത്ത് ഇത്ര മഹർ ഇത്ര ഉണ്ട്, അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്നെ വിവാഹം ചെയ്യാൻ തയ്യാറുണ്ടോ എന്നൊക്കെ നമ്മൾ അവളെ അന്വേഷിച്ചു പോലെ. അപ്പൊ നമ്മള് വിവാഹം ബന്ധം അന്വേഷിക്കുന്നതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമായിട്ട് നമ്മൾ പറയല്. നമ്മുടെ നാട്ടിലെ സിസ്റ്റം അങ്ങനെയാണ്. വേറൊരു പെണ്ണിനെ നമ്മൾ വിവാഹബന്ധം ആലോചിച്ചാൽ ഏറ്റവും മോശപ്പെട്ട കാര്യം നമ്മൾ ചെയ്തതെന്നാണ്. അങ്ങനെയല്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് എന്താ? ഞാൻ തബ്തഊബി അംവാലിക്കും, നിങ്ങൾ അവരെ അന്വേഷിച്ചു പോകണം. അംവാലിക്കും, നിങ്ങളുടെ സ്വത്ത് കൊണ്ട്. നിങ്ങൾ അവരോട് നിങ്ങൾക്ക് ഇത്ര മഹർ തരാൻ പറ്റും, നിങ്ങളെ കല്യാണം കഴിക്കോ എന്ന് ചോദിക്കുന്ന ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാനാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. ചെയ്യുന്നത് നല്ലതായിട്ടാണ് ഖുർആൻ പറഞ്ഞത്, അല്ലെങ്കിൽ അത് അനുവദനീയമാക്കിയിട്ടാണ് ഖുർആൻ പറഞ്ഞത്. അതേസമയം എന്ത് ചെയ്യാ, മുഹ്സിനീന ഗൈറ മുസാഫിഹീൻ, അതായത് അതിന്റെ ഭാഗത്ത് പറയും മുഹ്സിനീന ഗൈറ മുസാഫിഹീൻ. അതെന്താ, അവരത് മോശപ്പെട്ട കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല അന്വേഷിക്കേണ്ടത്. അവരെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് മുഹ്സിനീനായിട്ടാണ്. അവരെ നല്ല വിവാഹ ബന്ധത്തിൽ ചാരിത്രത്തോടു കൂടി അവരെ സ്വീകരിക്കാനാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. ഐറ മുസാഫിഹീൻ, അവരെ മോശം കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ആയിരിക്കരുത്. നിങ്ങൾ വ്യഭിചാരം ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവരെ നിങ്ങൾ അന്വേഷിച്ചു പോകേണ്ടത്. അപ്പോൾ കല്യാണം കഴിക്കാൻ സ്ത്രീകൾ അന്വേഷിക്കുക എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമില്ല. സദാഖിൻ ഫി ഹഖിൽ ഹുറ ഔ സമനിൻ ഫി ഹഖിൽ മംലൂഖ, അല്ലെങ്കിൽ ഒരു അടിമ സ്ത്രീ ആണെങ്കിൽ അവരെ ഉടമസ്ഥപ്പെടുത്താൻ ആവശ്യമായ പണം കൊടുക്കൽ കൊണ്ടും. ഈ അംവാലിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ അംവാലിക്കും എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീകളാണെങ്കിൽ അവരെ അവിടെ ഉടമസ്ഥപ്പെടുത്താനുള്ള സമ്പത്ത് നിങ്ങളെടുത്തുണ്ടാവണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവരെ അന്വേഷിച്ചു പോകണമെന്ന്. മുഹ്സനീൻ മുതസവ്വജീൻ, അവരെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഐറ മുസാഫീൻ ഐറ സാനീൻ, അവരെ എന്ത് ചെയ്യല്ല അവർ വിചാരണ ചെയ്യാൻ വേണ്ടി, കല്യാണം കഴിക്കാൻ വേണ്ടി അവരെ അന്വേഷിച്ചു പോവുക എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമല്ല. ലമ്മ ദക്കറ അർബ അശ്റ അമ്രത്തിൻ ഔ അശ്റത്ത, ഇവിടെ 14 വിഭാഗം സ്ത്രീകൾ അല്ലെങ്കിൽ 15 വിഭാഗം സ്ത്രീകളെ പറഞ്ഞല്ലോ. ബയ്യന അന്നഹു അഹല്ല മാ സിബാ ദാലിക, അതിന്റെ അപ്പുറത്തുള്ള ആളുകളൊക്കെ കല്യാണം കഴിക്കൽ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ അന്വേഷിക്കൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഹലാലാണ്. വഹാദ തഹ്ലീലു അബദിയുൻ ഫീ ഖസ്മി
ഓയിറ അബദിയം ഫിൽ കശ്മി. എന്നാൽ അതിൽ ഒരു വിഭാഗം സ്ഥിരമായ ഹലാലായതുകൊണ്ട്, ഒന്ന് ചില താൽക്കാലികമായി ഹലാലായതുകൊണ്ട്. അപ്പോ ചിലത് സ്ഥിരമായി നമുക്ക് ഹലാലാണ്, കല്യാണം കഴിക്കാം. എന്നാൽ ചിലത് ചില സന്ദർഭങ്ങളിൽ ഹലാലാവുള്ളൂ, ചിലത് ഹറാമാണ്. കമാ അന്നൽ മുഹറമാത്ത് അഖ്സാമുൻ, ഏതുപോലെയാണ് ഹറാമായതും അതുപോലെ വിഭാഗമുണ്ട്. മുഹറമത്തുൻ തഅബ്ബദു തഹരീമുഹ, അവരെ എപ്പോഴും ഹറാമായതുപോലെ. വഹിയ, ഏതുപോലെ മാ ദുക്കറ മിനൻ നിസാ, ഈ പറഞ്ഞ പെണ്ണുങ്ങളെ പറ്റി. ഇപ്പൊ നമ്മൾ ഉമ്മനെ കല്യാണം കഴിക്കാൻ ഒരിക്കലും പറ്റൂല, സഹോദരൻ കല്യാണം കഴിക്കാൻ ഒരിക്കലും പറ്റൂല. എല്ലാ സമയത്തും അത് ഹറാമാണ്. എന്നാൽ ചിലത് എല്ലാ സമയത്തും ഹറാമല്ല. യഹ്റുമു നിക്കാഉൽ മുബത്തതത്തിൻ, അതായത് 3 തൊലാഖ് ചൊല്ലപ്പെട്ട വേർപരിക്കപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിക്കൽ ഹറാമാണ്. അപ്പൊ നമ്മൾക്ക് ഒരു ഭാര്യ ഉണ്ട്, ആ ഭാര്യനെ ഞാൻ 3 തൊലാഖ് ചൊല്ലി വേർപെടുത്തി, അവളെ കല്യാണം കഴിക്കൽ എനിക്ക് ഹറാമാണ്. പക്ഷെ അത് എന്നും ഹറാമല്ല. വഹാദ തഹരീമുൻ ലൈസ അബദിയൻ ഇല്ലാ ബാദ ദൗജ്, ഇത് എന്നും ഹറാമായ ഒരു കാര്യമൊന്നല്ല. എന്നാൽ അവള് വേറെ കല്യാണം കഴിച്ച് പിന്നെ തൊലാഖായി വന്നാൽ പിന്നെ എനിക്ക് വിവാഹം കഴിക്കാം. അവിടെ ഹറാം എന്ന് പറയുന്നത് താൽക്കാലികമായ ഹറാമാണ്. വദാത്ത ദൗജി ഇല്ലാ ബാദ തൊലാഖ്, അതുപോലെ തന്നെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കൽ ബാദ തൊലാഖ്, തൊലാഖിന് ശേഷം അത് ഹലാലാണ്. തലാഖിന് മുമ്പാണെങ്കിലോ നമുക്ക് ഒരു പെണ്ണ് കല്യാണം കഴിച്ച ഒരു പെണ്ണാണ്, അവളെ കല്യാണം കഴിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞു. അതിനർത്ഥം എന്നൊന്നും ഹറാമാന്നല്ല, അവള് തലാഖാവുന്നത് വരെ ഹറാമാണ്. തലാഖായി കഴിഞ്ഞാൽ നമുക്ക് കല്യാണം കഴിക്കാം. വദാത്തൽ ഇദ്ദത്തു ഹത്താ തൻഖദിയ ഇദ്ദത്തുഹ, അതുപോലെ തന്നെ ഇദ്ദയിലിരിക്കുന്ന പെണ്ണിന് അവളുടെ ഇദ്ദ കഴിയുന്നവരെ കല്യാണം കഴിക്കൽ ഹറാമാണ്. അവിടെയും അത് താൽക്കാലികമായ ഹറാമാണ്. വഹുത്ത സ്ഥാനിയത്തു ഹത്താ തതുലഖ ഉഖ്തുഹ, ഇവിടെ നേരത്തെ ചോദിച്ച സംശയത്തിന് മറുപടി ഇതാണ്. ഉഹുത്ത സ്ഥാനിയത്തു, രണ്ടാമത്തെ, അതായത് നമ്മൾ ഒരാൾ പെണ്ണിനെ കല്യാണം കഴിച്ചു, അവളുടെ സഹോദരിനെ കല്യാണം കഴിക്കൽ ഹത്താ തതുലഖ ഉഖ്തഹ, ഇവരെ ഒഴിവാക്കിക്കൊണ്ട്. ഇപ്പം നമ്മളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു, അവളുടെ സഹോദരനെ നമുക്ക് കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് ഹറാമാവുന്നത് ഇവള് നിലനിൽക്കുന്ന സമയത്ത് മാത്രമാണ്. ഇവളെ ഒഴിവാക്കി അവളെ നമുക്ക് കല്യാണം കഴിക്കാം. ഇവള് മരിച്ചാലും നമുക്ക് അവളെ കല്യാണം കഴിക്കാം. അവള് നിലനിൽക്കുന്നതോട് കൂടി കല്യാണം കഴിക്കാൻ പാടില്ല എന്നാണ്. വൽ ഖാമിസത്തു ഹത്താ തതുലഖ റാബിഅ, അഞ്ചാമതൊരു കല്യാണം കഴിക്കൽ 4 നിലനിൽക്കുമ്പോ, 4 ഭാര്യമാരുണ്ട്, അതിൽ ഒരാളെ തലാഖല്ലിക്കൊണ്ട് അടുത്തൊരു കല്യാണം കഴിക്കാം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, 4 നിലനിൽക്കുന്നതോട് കൂടി വേറെ കല്യാണം കഴിക്കാൻ പാടില്ല. അതും താൽക്കാലികമായ ഹറാമാണ്. ഹാദാ തഹരീമു ലൈസ അബദിയ, ഇതൊന്നും എപ്പോഴും സ്ഥിരമായ ഒരു ഹറാമിനെ പറ്റി പറയുന്നതല്ല. ഫമസ്തംതഅതും ബിഹി മിൻഹുന്ന മിമ്മൻ തസവ്വജ്തും ബിൽ വതഇ, അതായത് നിങ്ങൾ അവരിൽ നിന്ന് തസവ്വജ്തും ബിൽ വതഇ എന്ന് പറഞ്ഞാൽ ഇണചേരുന്നതിലൂടെയുള്ള കല്യാണത്തിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സുഖം അനുഭവിച്ചാൽ, നമ്മൾ കല്യാണം കഴിക്കുന്ന 2 രൂപത്തിലുണ്ടാവും. ഒന്ന് കല്യാണം കഴിച്ചിട്ട് അവർ തമ്മിൽ ഇണ ചേർന്നിട്ടില്ല, അതിനൊരു വിധിയും, കല്യാണം കഴിച്ചിട്ട് എണ്ണ ചേർന്നാൽ മറ്റൊരു വിധിയാണ്. ഇവിടെ പറയുന്നത് വമസ്തംതഅതും ബിഹി മിൻഹുന്ന, നിങ്ങൾ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു സുഖം അനുഭവിച്ചാൽ, അതായത് അതിന് അർത്ഥം അവരെ കല്യാണം കഴിച്ചത് കൊണ്ട്, അവരെ ഇണചേരുന്നകൾ കൊണ്ടുള്ള ഒരു സുഖം നിങ്ങൾ അനുഭവിച്ചാൽ, ഫആതൂഹുന്ന ഉജൂറഹുന്ന, അവരുടെ വിവാഹമൂല്യം ഒരു ബാധ്യത എന്നതിൽ നിങ്ങൾ അവർക്ക് നൽകേണ്ടതാണ്. വിവാഹമൂല്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മഹർ പിന്നെ അവരുടേതാണ്, അവർക്ക് മുതൽ തിരിച്ചു വാങ്ങാൻ പറ്റില്ല. മഹൂറഹുന്ന ലത്തി ഫറൽതും ലഹുന്ന, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫറലായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള മഹർ അവർക്കുള്ളതാണ്. ഫരീദത്തും വലാ ജുനാഹ അലൈക്കും ഫീമാ തറാദഇതും അൻതും വഹുന്ന ബിഹി മിൻ ബഅദി ഫരീദ, എന്നാൽ എന്ത് ചെയ്തു, നിങ്ങൾ അവരുടെ ഇടയിൽ ഒരു കരാറുണ്ടാക്കി, അല്ലെങ്കിൽ നിങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് ഇത്രയൊന്നും വേണ്ട, അത് നിങ്ങൾ എടുത്തോളി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു തൃപ്തിപ്പെട്ട ഒരു കരാറിൽ ഏർപ്പെട്ടു. അങ്ങനെയാണ് വലാ ജുനാഹുൻ, നിങ്ങൾക്ക് എന്തില്ല, ഇതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ നിങ്ങളൊരു മഹർ കൊടുത്തു, അപ്പൊ അവള് പറയാം എനിക്ക് ഇത്രയൊന്നും വേണ്ട, എനിക്ക് ഇത്ര മതി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി തിരിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ച് കൊടുത്ത് ബാക്കിതാ എടുത്തോളി എന്ന് പറയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് കുഴപ്പമില്ല, അപ്പൊ നിങ്ങൾക്ക് അത് സ്വീകരിക്കുന്നത് തെറ്റില്ല. മിൻ ഹിത്തിഹ, പൂർണ്ണമായി അത് വിട്ടുകൊടുക്കുക.
കുല്ല കുല്ല മുൻഹിത്തിഹ കുല്ലഹ പൂർണ്ണമായത് വിട്ടുകൊടുക്കുക. ഔ ബാലിഹ അല്ലെങ്കിൽ കുറച്ച് വിട്ടുകൊടുക്കുക. ഔ സിയാദത്തിന് അലൈഹ അല്ലെങ്കിൽ കൂട്ടുകയും ചെയ്യാം. ഇപ്പൊ രണ്ട് ഭർത്താവും ഭാര്യയും പറയാണ്, അവര് 5 പവൻ കൂടി കൂടുതൽ കൊടുത്തു, ഞാൻ ഇതും കൂടി നീ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവര് വേർപിരിയാണ്. അവിടെ കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കലും മാത്രമല്ല. ഔ സിയാദത്തിന് അലൈഹ അവർക്ക് കൂട്ടുകയും ചെയ്യാം. അപ്പൊ ഇതൊക്കെ അവർക്കിടയിൽ കുറ്റമുള്ള കാര്യമല്ല. അപ്പൊ അവരുടെ ഇടയിൽ എഗ്രിമെന്റ് ഉണ്ടായ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പറയല്ലോ, രണ്ട് വിവാഹബന്ധം മോചനം സംഭവിക്കുമ്പോൾ മഹർ അവളുടേതാണ്, സംഭവം മഹർ അവളുടേതൊക്കെ തന്നെയാണ്. അവള് പറയാണ് എനിക്ക് അത്ര വേണ്ട ആവശ്യമില്ല, ഇത് ഓനെന്നെ എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ മഹർ എന്തായാലും കൈ പിടിക്കാൻ നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല. മഹർ അവൾക്ക് ഉള്ളതാണ്, പക്ഷെ അവൾക്ക് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം, അതിന്റെ ഭാഗികമായി കൊടുക്കാം, ഒക്കെ ചെയ്യാം. ഫിനിക്കാഹ് അല്ല അവായിദ് ഫിനിക്കാഹ്, നിക്കാഹിന്റെ ഒരു രീതി എന്ന് പറഞ്ഞ എന്താണ്? കുല്ലമാ തറാദൽ ദൗജു മാ ദൗജിത്തി ഫലാ ബാസ ദാലിക. രണ്ടുപേര് ഈ വിവാഹം കഴിക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എഗ്രിമെന്റ് ഉണ്ടല്ലോ, ആ എഗ്രിമെന്റ് എന്താണോ ആ എഗ്രിമെന്റിൽ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും പ്രശ്നമല്ല. ഉദാഹരണത്തിന് എഗ്രിമെന്റ് നമ്മളിപ്പോ രണ്ട് ഭാര്യനെ കല്യാണം കഴിക്കാണ്, പിന്നെ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ ഇടയിൽ നീതി പുലർത്തൽ നിർബന്ധമാണ്. അപ്പോൾ ഒരു ഭാര്യന്റെ അടുത്ത് ഒരു ദിവസം, രണ്ടാമത്തെ ഭാര്യന്റെ അടുത്ത് വേറെ രണ്ടാമത്തെ ദിവസം, പിന്നെയോ ഒരു ദിവസം ഇവിടെ ഒരു ദിവസം അവിടെ ചെലവഴിക്കുന്ന കാര്യത്തിൽ നമുക്ക് നീതി പുലർത്തൽ നിർബന്ധമാണ്. ഇവിടെ 100 രൂപ ചെലവഴിക്കുക, അവിടെ 100 രൂപ ചെലവഴിക്കണം, നീതി പുലർത്തണം. പക്ഷെ രണ്ടാമത്തെ ഭാര്യനെ കല്യാണം കഴിക്കുമ്പോൾ രണ്ടാമത്തെ ഭാര്യയുമായിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ട്. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തില്ല, നമ്മളിങ്ങനെ നിനക്ക് ഇത്ര ചെലവ് തരും, ഇത്ര ദിവസം ഞാൻ നിങ്ങൾ കൂടെ നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് അവിടെ ബാധകമാണ്. അവിടെ നീതിയല്ല പ്രശ്നം, അവിടെ ആ എഗ്രിമെന്റ് ആണ് പ്രധാനം. ആ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നമൊന്നുമില്ല. നാല് കല്യാണം കഴിക്കൽ ഇതൊന്നും ഔലിയാക്കന്മാരെ കുറിച്ചല്ല കേട്ടോ, സാധാരണ എല്ലാവർക്കും അനുവദനീയമാണ്. ഔലിയാക്കന്മാർക്ക് നീതി പുലർത്താൻ പറ്റുന്ന ആളുകൾക്കൊക്കെ അനുവദനീയമാണ് 4 കല്യാണം കഴിക്കുക. അതുകൊണ്ടല്ല ഇതൊക്കെ അള്ളാഹു ഖുർആനിൽ പറയുന്നത്. ഈ വിഷയങ്ങളൊക്കെ വിശദീകരിച്ച് പറയാൻ കാരണം അത് അനുവദനീയമായത് കൊണ്ടല്ലേ. അതേസമയം ഔലിയാക്കന്മാരെയും സാലിഹ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ നല്ലതാണ്, സാധാരണക്കാർക്ക് അത് ഹലാലാണ് എന്നാണ് പറഞ്ഞെങ്കിൽ സാർ. ഹലാലും സുന്നത്തും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഹലാലാവുന്നത് തന്നെ അവരുടെ ഇടയിൽ നീതി പുലർത്താൻ പറ്റുമ്പോൾ മാത്രം. അപ്പോ അതിന്റെ ആയത്തിന്റെ അവസാനം പറയാണ്, ഇന്നല്ലാഹ ഖാന അലീമൻ, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. എന്തിന്റെ വിഷയത്തിൽ? ബിഹൽഖി, അവന്റെ സൃഷ്ടികളെ കുറിച്ച് ഹക്കീമൻ ഫീദബ്ബറഹു, അതുപോലെ തന്നെ അവന്റെ വിധിയിൽ അവൻ യുക്തിമാനുമാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ വിശദീകരണം കുറച്ചും കൂടി ഇത് നമ്മൾ